എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. പൊതുജനങ്ങളോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. അതേസമയം വനം സംരക്ഷിക്കുന്നതിൽ അവർ മിടുക്കരാണെന്നും മന്ത്രി വ്യക്തമാക്കി. നിലമ്പൂരിൽ നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെയും സൗരോർജ തൂക്കുവേലിയുടെയും ഉൾപ്പെടെ 9 പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുജനങ്ങളും വനം ഉദ്യോഗസ്ഥരും സൗഹൃദത്തിലാവണം. ഈ സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതാണ് വനം വകുപ്പിന്റെ വിജയത്തിന് കാരണമായത്. ഇതിന് ഉദാഹരണമാണ് സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും നിയമിക്കാതെ കാടറിയുന്ന ആദിവാസികളെ വനസംരക്ഷണത്തിന് നിയമിച്ചത്. നിയമപരമായി PSC വഴി 500 വനപാലകരെയാണ് ഈ മന്ത്രിസഭയുടെ കാലത്തായി ഇത്തരത്തിൽ നിയമിച്ചിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യത്തിന് മുൻഗണന നൽകി കൂടുതൽ സൗകര്യത്തോടെ പ്രവർത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘട്ടനം ഉണ്ടാകുമ്പോൾ സ്ഥലത്തെത്താൻ വാഹനമില്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ വാഹനങ്ങളും റോഡുകളും നിർമ്മിച്ചു. 2016 ശേഷം ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും നിയമിച്ചിരുന്നില്ല. ഇപ്പോൾ 9 RRTകളാണ് സംസ്ഥാനത്ത് അനുവദിച്ചത്. പാമ്പിനെ ശാസ്ത്രീയമായി പിടിക്കാൻ പരിശീലനം നൽകി. നിലമ്പൂർ നോർത്ത്, സൗത്ത് ഡിവിഷനുകളിലെ പാമ്പ് കടിയേറ്റ് മരിച്ചവരുടെ ആശ്രിതർക്കുള്ള സഹായത്തിന് 2024 ഓഗസ്റ്റ് 31 വരെയുള്ള അപേക്ഷയിൽ തീർപ്പ് കൽപ്പിച്ചു. 31 ശേഷം കിട്ടാനുള്ളവർ ഉണ്ടെങ്കിൽ 2 ആഴ്ചക്കകം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് കൂടുതൽ പേർ ഉപയോഗിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. പാമ്പ് കടിയേറ്റാൽ ആന്റിവെനം മരുന്ന് ലഭ്യമായ ഏറ്റവും അടുത്തുള്ള ആശുപത്രി വരെ അതിൽ ലഭ്യമാകും. കാട്ടാനയുടെ ശല്യം തടയാൻ വയനാട്ടിൽ പുതിയ തരം സംവിധാനം നടപ്പിലാക്കും. ഇതിനായി ചെലവ് കൂടുമെങ്കിലും കൂടുതൽ കാലം ഫലപ്രദമായി നിൽക്കുമെന്നത് നേട്ടമാണ്. ആനശല്യം തടയാനും കഴിയും. വനം വകുപ്പുമായി ബന്ധപ്പെട്ട നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികൾ എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചിലവ് കൂടുമെങ്കിലും ദീർഘകാലം നിൽക്കുന്നതും ഫലപ്രദവുമാണ്. പുലികളുടെ ആക്രമണം തടയാൻ നമ്മൾ മതിലുകൾ കെട്ടി, ട്രെഞ്ചുകൾ കുഴിച്ചു, ഫെൻസിങ്ങുകൾ സ്ഥാപിച്ചു, വേലികൾ കെട്ടി, എല്ലാം ചെയ്തു. പക്ഷേ നമ്മളെക്കാളും ബുദ്ധിയുള്ളവരാണ് മൃഗങ്ങൾ. അവരതിൻ്റെ ഭാഗമാണ് കഴിവുള്ളത്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഫെൻസിങ്ങിൻ്റെ മേലെ എന്താ കാണുന്നത്? ഒരു മരം ഒടിച്ച് ആ ഫെൻസിങ്ങിൻ്റെ മേലെ അത് മുഴുവൻ പൊട്ടിയത്. അത് ചവിട്ടി. അത്ര ബുദ്ധിയുള്ളവരാണത്. അവിടെയാണ് ഇവിടെ സ്വാഗതപ്രാസംഗം പറഞ്ഞതുപോലെ ഇപ്പോൾ അവശേഷിക്കുന്നതിൽ ഏറ്റവും ഫലപ്രദമായ മാർഗം സോളാർ ഹാങ്ങിങ് ഫെൻസിങ് തന്നെയാണ്. ഇത് ഈ വർഷം ഇവിടെ ഏതാണ്ട് 30ഓളം കിലോമീറ്റർ ദൂരത്തിൽ ഈ ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേയുണ്ട്. ഞാൻ പറഞ്ഞ സമയം ഒരുപാട് ആയിപ്പോയി. ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ പോലെ ഇത് ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് MLA സാന്നിധ്യത്തിൽ പറഞ്ഞത്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങളെ ഒരുമിച്ചിരിക്കണം. കാരണം കേന്ദ്ര വനമാസ്ഥാനത്ത് നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഇപ്പോൾ പ്രവൃത്തി തുടങ്ങി വെച്ചത്, ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയത്, പണം കൊടുക്കാൻ ബഡ്ജറ്റിൽ സാധ്യതയുള്ളതായ പ്രവൃത്തികൾ ഏതാണ് എന്ന് നിശ്ചയിക്കണം. എത്ര എണ്ണം, ഏതെണ്ണം, എപ്പോൾ. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനോട് ഞാനത് അഭ്യർത്ഥിക്കുകയാണ്. എന്നിട്ട് 5 ചെയ്യാൻ കഴിയുമെങ്കിൽ 5,
1 കിലോമീറ്റർ ചെയ്യാൻ കഴിയുന്ന 1 കിലോമീറ്റർ ഇന്ന മാസം തീർക്കും. ഓഗസ്റ്റ് 31 അല്ലെങ്കിൽ സെപ്റ്റംബർ 31 അല്ലെങ്കിൽ ഒക്ടോബർ 2 അല്ലെങ്കിൽ ഒക്ടോബർ 5 എന്നൊരു തീയതി നിശ്ചയിക്കും. അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും ഒരു സമയബന്ധിത പരിപാടികൾ തയ്യാറാക്കി അത് പൂർത്തിയാക്കുന്ന ഒരു മെക്കാനിസത്തിലേക്ക് ഈ 2 ഡിവിഷനിലെയും കാര്യങ്ങൾക്ക് ഇന്ന് തീരുമാനമുണ്ടാകണം. ഞാൻ അവരോട് വഴക്ക് പറയാറില്ലെങ്കിലും വഴക്കൊന്നും പറയാതെ ഞാൻ പറഞ്ഞത് അവർ ചെയ്യാറുണ്ട്. ഞാനിത് പറയുന്നത് സ്നേഹത്തോടു കൂടിയാണ് എന്നവർക്കറിയാം. സ്നേഹപൂർവമായ എൻ്റെ നിർബന്ധം അവർ നടപ്പിലാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കാറില്ല. അതിനവർക്ക് അവരോട് എനിക്ക് നന്ദിയുണ്ട്. ആ രീതി തുടരണം. അങ്ങനെ ആദ്യം പറഞ്ഞിടത്ത് ഞാൻ എത്തുകയാണ്. നമ്മുടെ വകുപ്പിനെ ഒരു സൗഹൃദ വകുപ്പായി മാറ്റാനുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ചടങ്ങിൽ PV അൻവർ MLA അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് വനം കൺസർവേറ്റർ ഡോക്ടർ P പുകഴേന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സാമൂഹിക വനവൽക്കരണം കോഴിക്കോട് വനം കൺസർവേറ്റർ R കീർത്തി, നിലമ്പൂർ നഗരസഭ അധ്യക്ഷൻ മാട്ടമൽ സലീം, പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ വനം കൺസർവേറ്റർ K വിജയാനന്ദൻ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പവല്ലി, നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. A+ വിഷൻ നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോടുകൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോടുകൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ.